ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് രാവിലെ ഒരു എന്താ പറയുന്നത് ടാസ്ക് ഏറ്റെടുക്കുക കേട്ടോ. ടാസ്ക് എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ലാൽബാഗ് പോവാണ്. ലാൽബാഗ് ഇന്ന് ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒറ്റയ്ക്കൊക്കെ അങ്ങോട്ട് പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം എടുത്ത് തരാൻ പറ്റുമെന്നത് എനിക്കറിയത്തില്ല. എന്നാൽ കൂടി കുറച്ച് അവിടുത്തെ ലാൽബാഗിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങും. അപ്പോൾ ഞാൻ ബാഗൊക്കെ റെഡിയാക്കി. അപ്പോൾ അതിനകത്ത് ഒരു ബോട്ടിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ച് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് വെള്ളമൊക്കെ കുടിക്കണമെന്ന് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളമൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി ഞാൻ ഇറങ്ങുവാണ്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നമുക്ക് പോയി ലാൽബാഗ് ഫ്ലവർ ഷോ പോയി കണ്ടിട്ട് വരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് ഓഗസ്റ്റ് 15. അപ്പോൾ അതിൻ്റെ ഒരു 2 ദിവസം മുമ്പ് അവർ ക്ലോസ് ചെയ്യും. അപ്പോൾ ആ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ ഇന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും പോകാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് അവരിങ്ങനെ ഫുള്ള് ഫ്ലവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നിടത്ത് അവർ ഒരു ഫ്ലവർ ഷോയുടെ ദിവസം എന്ന് വെച്ചാൽ ഓഗസ്റ്റ് 15 ഒരു 2 ദിവസം ബിഫോർ അവരോട് അത് ക്ലോസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പം 3-4 ദിവസം ഉണ്ടല്ലോ ടൈം. അതുകൊണ്ട് ഇന്ന് കാണാൻ പറ്റും പ്രതീക്ഷയ്ക്കാണ് പോകുന്നത്. അപ്പം വാ നമുക്ക് പോയി ലാൽബാഗ് ഫ്ലവർ ഷോ ഒക്കെ കണ്ടിട്ട് വരാം. കാരണം ചില കൂട്ടുകാർക്ക് ബാംഗ്ലൂരിൽ വന്ന് ഇതുവരെ കാണാൻ പറ്റാത്തവർക്കൊക്കെ അപ്പോൾ അതൊക്കെ ഒരു പുതിയൊരു അനുഭവമായിരിക്കും. ഞാൻ ആക്ച്വലി എല്ലാ പ്രാവശ്യത്തിലും പോയിട്ട് ഫ്ലവർ ഷോയ്ക്ക് പോയിട്ട് എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം അത് ഞാൻ തെറ്റിക്കുന്നില്ല. ഈ പ്രാവശ്യം നമുക്ക് പോയി കണ്ടിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാനിവിടെ മെട്രോ സ്റ്റേഷനിലെത്തി കേട്ടോ. ഞാൻ ഇങ്ങോട്ട് കയറുന്ന ഒരു സെക്കൻഡ് മുന്നേ ഒരു വണ്ടി പോയി. ഇനി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തെങ്കിൽ ഇനി അങ്ങോട്ടുള്ള വണ്ടി കിട്ടത്തുള്ളൂ. വണ്ടിയല്ല, മെട്രോ ട്രെയിൻ കിട്ടത്തുള്ളൂ. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. 1 മിനിറ്റ് നേരത്തെ വന്നിരുന്നെന്നുണ്ടെങ്കിൽ കയറി പോകാമായിരുന്നു. അങ്ങനെ സംഭവിച്ചതാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം, വരട്ടെ, വന്നിട്ട് പോവാം. അങ്ങനെ എന്തായാലും മെട്രോ ട്രെയിൻ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ കയറി, പക്ഷേ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല കേട്ടോ. നല്ല രസമുണ്ട്, അതുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ എന്തായാലും ഇവിടെ എത്തി. ആക്ച്വലി എപ്പോഴും ഇവിടെ വരുമ്പം എനിക്ക് വഴി തെറ്റാറുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെ വഴിതെറ്റലില്ല. ഇപ്പം കുറേ പ്രാവശ്യത്തെ വരക്കും ആയില്ലേ, അതുകൊണ്ട് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. എൻ്റെ കൂട്ടുകാരുടെ വർത്താനം പറഞ്ഞ് നടക്കുക. ഇന്ന് ഇതല്ലേ എന്താ പറയുന്നത്, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടാവത്തില്ല. അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. അതിന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് ഞാനിന്ന് രാവിലെ ഇറങ്ങിയത്. അപ്പോൾ രാവിലെ ഈ പരിപാടിയും കഴിയട്ടെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോ കാണിക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ലാൽബാഗിലെ ഫ്ലവർ ഷോയ്ക്ക് ഞാൻ വന്നിട്ട് വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുണ്ട്. അത് ബാംഗ്ലൂർ കാണാത്തവർക്കൊക്കെ ഇതൊരു നല്ലൊരു ഇതല്ലേ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ എന്തായാലും ഇവിടെ എത്തി. ഇച്ചിരി ദൂരമേ ഉള്ളൂ, ഒരുപാട് ദൂരമൊന്നുമില്ല. പോലീസുകാരൊക്കെ ഉണ്ട്. തിരക്കില്ലെന്ന് വിചാരിച്ചാൽ വരുന്നത്, പക്ഷേ എങ്കിൽ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വർക്കിംഗ് ഡേയ്സ് ആയാലും തിരക്കൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ എത്തി. ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പം നമുക്ക് നല്ല പരിചയമാണ്. നേരത്തെയൊക്കെ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൺഫ്യൂഷനായിരുന്നു. ഇപ്പം കറക്റ്റായിട്ട് വരും. ഇപ്പം വഴിയൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അകത്തോട്ട് കയറുമ്പോൾ എല്ലാം ചെക്കിങ് ചെയ്തിട്ട് അകത്തോട്ട് കയറ്റത്തുള്ളൂ. വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വരാൻ നേരത്തെ അയ്യോ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്നൊക്കെയുള്ളൊരു വിഷമമൊക്കെ ആയിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സേഫായിട്ട് ഇവിടെ വന്ന് എത്തി. അകത്തോട്ട് കയറുമ്പം നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ട് അകത്തോട്ട് വിടത്തുള്ളൂ. എന്തെങ്കിലും പ്ലാസ്റ്റിക് ഐറ്റങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി എന്നിട്ടേ വിടത്തുള്ളൂ. അങ്ങനെ ലാൽബാഗിൻ്റെ ഉള്ളിലേക്ക് വന്നു. അപ്പം ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് പോകാൻ. അപ്പോൾ ഇവിടെ ആയിട്ട് ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിലൊന്നും വലിയ തിരക്ക് കാണുന്നില്ല. ഇനി ഉള്ളിലോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ടിക്കറ്റ് വന്നിട്ട് വലിയവർക്ക് 80 രൂപയും കുട്ടികൾക്ക് വന്നിട്ട് 30 രൂപയാണ്. പിന്നെ അവിടെ 100 രൂപ എഴുതി വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ സാറ്റർഡേ സൺഡേ അങ്ങനെ ലീവുള്ള ദിവസങ്ങളിൽ 100 രൂപയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ എന്തായാലും ഇവിടെ കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഒന്ന് മുന്നിൽ നിൽക്കുന്നവർ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ അകത്തേക്ക് പോകണം. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. 80 രൂപ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറി. വലിയ തിരക്കില്ല, എന്നാലും തിരക്കുണ്ട് കേട്ടോ. ആൾക്കാർ വരുന്നുണ്ട്. ഞാനൊരു 2-3-4 വീഡിയോ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാം. ഒരുപാടാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കൊണ്ടിതല്ലേ. അപ്പോൾ ഞാൻ കുറേശ്ശെ കാണിക്കും. ഇത് വന്നിട്ട് ലാൽബാഗ് എൻട്രൻസ് നമ്മൾ അകത്തോട്ട് കയറുന്ന ഭാഗത്തായിട്ടുള്ളതാണ്. ഇവിടെ കുറേ ഗ്രീനറി ആയിട്ടുള്ള ചെടികളും അതുപോലെ തന്നെ കുറച്ച് പൂക്കളുടെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കണ്ടില്ലേ ഇവിടെ വെള്ളത്തിൻ്റെ ഒരു ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല രസം. എത്ര നന്നായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് കണ്ടോ. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് ലാൽബാഗിൻ്റെ ഒരു ലേക്കുണ്ട്. അത് നല്ല ഭംഗിയാട്ടോ. ഇതിൻ്റെ സൈഡിലൊക്കെ കുറേ നേരം നിൽക്കാനൊക്കെ നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞ് ഇവിടെ എവിടെ നോക്കിയാലും ഇപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ. ഇങ്ങനെ ചാറ്റ്സും മാങ്ങയും പൈനാപ്പിൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മേടിക്കാൻ കിട്ടും. നല്ല രസം ഇതുപോലെ നടക്കാൻ അല്ലേ. ഇവിടെ ആയിട്ട് വലിയൊരു ലേക്കുണ്ട്. പക്ഷേങ്കിൽ ഈ ലാൽബാഗിൻ്റെ ബ്യൂട്ടി, ലാൽബാഗിൻ്റെ ആ ഒരു പൂക്കളൊക്കെ നിറഞ്ഞ് നിൽക്കുന്നത് കാണണമെങ്കിൽ ഈ ഓഗസ്റ്റ് 15 അടുപ്പിച്ചും
അതുപോലെ തന്നെ ജനുവരി 26 റിപ്പബ്ലിക് ഡേ അടുപ്പിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ നിറയെ പൂക്കളും ചെടികളൊക്കെ കാണാൻ പറ്റും. അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ലാൽബാഗിൽ നോർമലായിട്ട് ഇതൊക്കെയുള്ള ഒരു ലേക്കൊക്കെ ഉണ്ടാവും, ലേക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഒരുപാട് ചെടികളും പൂക്കളൊക്കെ കാണാൻ സാധിക്കത്തില്ല. അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 15 വേണ്ടുന്ന കാര്യങ്ങൾ സെറ്റ് ചെയ്യും, അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേയുടെ സമയത്ത് സെറ്റ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ബാംഗ്ലൂർ കാണാൻ വരുവാണെങ്കിൽ ലാൽബാഗ് മിസ് ചെയ്യരുത് കേട്ടോ. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ലാൽബാഗ് കാണാൻ നല്ല മനോഹരമായ നല്ലൊരു കാഴ്ചയാണ്. അതുപോലെ നമ്മൾ കാണാത്ത കുറേ ചെടികളും പൂക്കളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, പലതരത്തിലുള്ള റോസുകൾ അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം ഞാനിത് കുറച്ച് നിങ്ങൾക്ക് ഞാൻ കാണിക്കാം. ഈ ഒരു ചെടി എനിക്ക് തോന്നുന്നു നാട്ടിലുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ വേറൊരു കളറുണ്ട്, ഒരു പിങ്ക്. ഈ കളർ ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല, പക്ഷേങ്കിൽ ഇവിടെ ഒരു കളർ ഇത് നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പിങ്ക് കണ്ടില്ലേ? ഇത് ഞാൻ നാട്ടിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ആ ഗ്രീൻ ഞാൻ കണ്ടിട്ടില്ല. അത് നല്ല ഭംഗിയുണ്ട്. പക്ഷേങ്കിൽ ഇത് എന്താ പറയുന്നത്, മണ്ണിൽ നട്ടേക്കുന്നതുകൊണ്ടാണ് അത്ര നന്നായിട്ട് അതിനകത്ത് പിടിക്കുന്നത് കേട്ടോ. പല തരത്തിലുള്ള ചെടികളുണ്ട്. എൻ്റെ കൂട്ടുകാരുണ്ട് ഇവിടെ എത്ര നീറ്റായിട്ടാണ് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതെന്നറിയാം. അത്ര ക്ലീനാണ്. കാരണം അതുകൊണ്ടാണ് അവർ അകത്തോട്ട് കയറുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കുകൾ അങ്ങനത്തെ സംഭവങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. എൻ്റെ കൂട്ടുകാർ കണ്ടോ, ഇതിന് കള്ളിച്ചെടി പോലത്തെ കണ്ടില്ലേ? ഇങ്ങനത്തതൊക്കെ നമ്മൾ കാണൽ കുറവല്ലേ, നല്ല ഭംഗിയില്ലേ? നോക്കി ഇവിടെ എന്തോ ഒരുപാട് ഉണ്ട്, എത്രയോ ഏക്കറാണ്. അത് ഫുള്ളൊന്നും നടന്ന് കവർ ചെയ്യാൻ പറ്റത്തില്ല. ആക്ച്വലി ഇവിടെ ആണെങ്കിൽ ഒരു സംഭവമുണ്ട്, ഇങ്ങനെ കൂടെ നടക്കാൻ പറ്റാത്തവർക്ക് ഇവിടെ ഒരു വണ്ടിയുണ്ട്. വണ്ടിയിൽ ഇത്ര രൂപ സീറ്റിന്, അത് ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ അവർ ഇത് ഫുള്ളിങ്ങനെ വണ്ടിക്കകത്ത് കൊണ്ടുപോയി കാണിക്കും. ഓക്കെ, അപ്പോൾ അതും വയ്യാത്തവർക്ക് ഒരുപാട് നടക്കാൻ വയ്യാന്നുള്ളവർക്കൊക്കെ അതിനൊരു അവസരമുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഒറ്റയ്ക്കായതുകൊണ്ട് നമുക്ക് പിന്നെ ആരെയും വെയിറ്റ് ചെയ്യണ്ട, ആരെങ്കിലും വരുന്നോന്ന് നോക്കണ്ട, ഒന്നും വേണ്ട, തന്നെ നടക്കുക. ഇന്ന് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ആ ഫ്ലവർ ഷോയുടെ ഇത് വരുന്നത്, നിറയെ പൂക്കളും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉള്ളത് ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണിക്കാം കേട്ടോ. ഇവിടെ നോക്കിയേ, പല കളറിലുള്ള ചെടികളാട്ടോ. എല്ലാ പൂക്കളും കൂടെ മിക്സായി നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ്. പലതരത്തിലുള്ള കളറിലുള്ള പൂക്കളല്ലേ, എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. ഫ്രൂട്ട്സുകൾ, ഇവിടെ പേരയ്ക്ക എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം അടുത്ത പാർട്ട് കാണിക്കാം. ഇതിപ്പോൾ ഒരു പാർട്ടിൽ ഇവിടെ നിൽക്കട്ടെ കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത പാർട്ട് ബാക്കിയുള്ളത് കാണിക്കാം.